ഹായ് ഓൾ, വെൽക്കം ടു സ്കോർ അക്കാഡമി. കുട്ടികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന RRB NDP CBT ആണ്. ടയർ 1 എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 ജനുവരി 10-ാം തീയതി ചോദിച്ചുള്ള ഷിഫ്റ്റ് 2 എക്സാമിന്റെ റീസൺ ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മൾ 2 ഷിഫ്റ്റ് ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ഐഡിയ കിട്ടിയാണല്ലോ ഏതൊക്കെ ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് ഉള്ള ഐഡിയ കിട്ടി കാണും. അപ്പോൾ ഇനിയുള്ള ചുരുങ്ങിയ സമയം നിങ്ങൾ എന്താ മാക്സിമം ആ ഏരിയ ഫോക്കസ് ശ്രമിക്കുക, കൂടുതൽ പ്രാക്ടീസ് ശ്രമിക്കുക. ഓക്കെ, ഓർക്കുക റീസൺ പൊതുവെ എളുപ്പമാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മാക്സിമം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Okay, first question is select the combination of letters that when sequential placed in the blanks will create a repetitive pattern. Okay, അപ്പോൾ നമ്മുടെ skipped letter series. Okay, skipped letter series അല്ലെങ്കിൽ എന്താ പറയുക മിസ്സിംഗ് ലെറ്റർ സീരീസ് അല്ലെ, മിസ്സിംഗ് ലെറ്റർ സീരീസ്. അപ്പോൾ ഈ ടോപ്പിക്കിലെ ചോദ്യമാണ്. ശരി, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യണം. അപ്പം പലരും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഓപ്ഷൻസ് ഇട്ട് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, പാറ്റേൺ ഫോം ചെയ്യാൻ ശ്രമിക്കും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്ത് സമയം കളയരുത്. കാര്യം ചിലപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണെങ്കിൽ നമ്മൾ 4 പ്രാവശ്യം എഴുതി നോക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അത് ആക്ച്വലി പക്ക ടൈം കൺസ്യൂമിംഗ് ആണ്. അങ്ങനെ ചെയ്ത് സമയം കളയരുത്. എന്ത് ചെയ്യണം, ഇവിടെ ഈ ഡാഷ് ഉൾപ്പെടെ മൊത്തം എത്ര എലമെന്റ്സ് ആണ് ചെക്ക് ചെയ്യുക. ഓക്കെ, എത്ര പേരുണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 12. ഓക്കെ, മൊത്തം 16 പേരാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ 4 പേരുടെ 4 ഈക്വൽ ഗ്രൂപ്പ്സ് ആക്കാൻ ശ്രമിക്കുക. ഇവിടെ എന്തായാലും ആകെ ബിയും സിയും അല്ലേ, 2 ലെറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് 4 പേരുടെ കാര്യം ആ സീരീസ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറയാൻ പറ്റും. ലെറ്റേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി ലെറ്റേഴ്സ് ബിയും സി ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ 4 പേരുടെ 4 ഈക്വൽ ഗ്രൂപ്പ്സ് ആക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ്. ഓക്കെ, അങ്ങനെ ഉണ്ടോ 4 പേരുടെ 4 ഈക്വൽ ഗ്രൂപ്പ്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഡാഷ് ആര് വരും നോക്കിക്കേ. ഇവിടെ ആദ്യമേ 2 ബി ഉണ്ട്, പിന്നെ ഡാഷ് സി. അങ്ങനെ ഉറപ്പായിട്ടും സി അല്ലെ, സി 2 പ്രാവശ്യം വരണം, 2 പ്രാവശ്യം വരണം. അപ്പോൾ ബി ബി സി സി ആയി. വീണ്ടും സി ഡാഷ് ബി ബി ആണ്. ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 സി കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ ബി ബി സി സി, വീണ്ടും സി സി ബി ബി, വീണ്ടും ബി ബി സി സി ആയി, വീണ്ടും സി സി ബി ബി. കണ്ടോ, അപ്പോൾ ഉത്തരം എന്ത് വരുന്നു? ഫസ്റ്റ് 2 ഡാഷ് സി ആയത് കാരണം കണ്ടോ ഓപ്ഷൻ ഡി തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചുരുങ്ങിയ സമയം ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Okay, if March is coded as HMCAR, how will April be coded? Okay, അപ്പോൾ നമ്മുടെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് അല്ലെ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കി, ഇവിടെ മാർച്ച് എന്ന വാക്കിന് പകരം ഇങ്ങനെ HMCAR കൊടുത്തിരിക്കുന്നു അല്ലേ, മനസ്സിലാക്കാൻ പറ്റും. മാർച്ച് എന്ന വാക്കിലെ സെയിം ലെറ്റേഴ്സ് തന്നെയാണ് അല്ലേ, സെയിം ലെറ്റേഴ്സ് തന്നെയാണ് കോഡിനകത്തും ഉള്ളത്. മനസ്സിലാക്കാൻ പറ്റും. ആ ലെറ്റേഴ്സ് എന്ത് ചെയ്തു, അവർ റീഅറേഞ്ച് വെച്ചേക്കുവാണ്. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ എം എവിടെ പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കാരണവശാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതി സമയം കളയട്ടോ. അങ്ങനെ മാർച്ചിന് പകരം ഓക്കെ അവരെന്ത് കൊടുത്തു, HMCAR എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എമ്മിന് സ്ഥാനം ഇതാണ്, 7 സ്ഥാനം ഇവിടെയാണ്, 6 ഇവിടെ വന്നു, സി ഇവിടെ വന്നു. ഇങ്ങനെ കൊടുക്കരുത് കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ സമയം വേസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ അവർ എവിടെ പോയി ചെക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്തു, കോഡിൽ സെക്കൻഡ് പ്ലേസിൽ വന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഏപ്രിൽ എന്ന വാക്കിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇവിടെ പോകണം, സെക്കൻഡ് പ്ലേസിൽ പോകണം. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ എ വരില്ല അല്ലേ, അതുപോലെ ഓപ്ഷൻ ഡിയും വരില്ല. കണ്ടോ, പിന്നെ ഓപ്ഷൻ ബിയും സിയും ഉണ്ട്. ഓക്കെ, ഇനി നോക്കുമ്പോൾ എന്താണ് നെക്സ്റ്റ് എടുക്കാം. അടുത്ത 7 സ്ഥാനം, സെക്കൻഡ് ലെറ്റർ 7 സ്ഥാനം അവിടെ പോയിട്ടുണ്ട്. അവിടെ സെക്കൻഡ് ലെറ്റർ 7 സ്ഥാനം സെക്കൻഡ് ലാസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ സെക്കൻഡ് ഉള്ള പിയുടെ സ്ഥാനം സെക്കൻഡ് ലാസ്റ്റ് വരണം. അതുകൊണ്ട് ഓപ്ഷൻ സിയിൽ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി കൺഫേം ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്നും എഴുതാൻ ആൻസറിലേക്ക് എത്താൻ നമുക്ക് പറ്റും. അപ്പം അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ശ്രമിക്കുക. എത്ര പേര് ഒഴിവാക്കുന്ന അത്ര സമയ ലാഭം കിട്ടും, അതെപ്പോഴും അവെയർ ആയിരിക്കുക. സിമ്പിൾ ചോദ്യമായിരുന്നു. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. 4 Venn diagrams are given below. You have to select the option that shows the best relationship among the 3 given classes. ഓക്കെ, അപ്പോൾ നമ്മുടെ വെൻ ഡയഗ്രം ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെയുള്ള ആരൊക്കെയാണ്, മദർ, സിസ്റ്റർ, ഫീമെയിൽ, ഇവർ 3 പേർ തമ്മിൽ എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ട് വരുന്ന എന്താണ് ഡയഗ്രാമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന വെൻ ഡയഗ്രം ആരാന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പം മദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, ഫീമെയിൽ ഉണ്ട് അല്ലേ. അപ്പോൾ ബേസിക്കലി ഫീമെയിൽ എന്ന ക്ലാസ്സിലായിരിക്കണം മദറും സിസ്റ്ററും വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ മദറും സിസ്റ്ററും എന്തായിരിക്കും, അവർ സം റിലേഷൻ ആയിരിക്കത്തില്ലേ, സം റിലേഷൻ ആയിരിക്കും. കാര്യം കുറച്ച് അമ്മമാര് സഹോദരിമാരാകാറുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഫീമെയിൽ എന്ന ക്ലാസ്സിനകത്താണ് മദറും സിസ്റ്ററും ബേസിക്കലി വരേണ്ടത്. അവർ തമ്മിൽ ഈ മദറും സിസ്റ്ററും തമ്മിൽ എന്തായിരിക്കണം, സം റിലേഷൻ വരണം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫിഗർ ആരാണ്, വെണ്ടകരം ആരാണ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വരുന്നു. മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. പ്ലാന്റ്സ് ആർ ഡിവൈഡ് ഇൻടു 5 ഗ്രൂപ്പ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന എന്താണ് 4 ഓപ്ഷനിൽ ഒറ്റയാനെ കണ്ടതില്ല, ഓഡ് മാൻ ഔട്ട്. ഓക്കെ, ഓഡ് മാൻ ഔട്ടാണ് ചോദ്യം. ഓക്കെ, ഓഡ് മാൻ ഔട്ട് ഇവിടെ തന്നിട്ടുണ്ട്. പ്ലാന്റ്സ് 5 ഗ്രൂപ്പായിട്ട് ബേസിക്കൽ ഡിവൈഡ് പറയുന്നുണ്ട്, ചോദ്യത്തിൽ പറയുന്നുണ്ട്.
തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ആരാണ് ഇതിൽ ഉൾപ്പെടാത്തത് അല്ലേ? ഉറപ്പായിട്ടും ആരായിരിക്കും? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ബ്രയോഫൈറ്റ്സ്. ഓപ്ഷൻ എ ബ്രയോഫൈറ്റ്സ്, ഓപ്ഷൻ ബി ജിംനോസ്പേംസ്, ഓപ്ഷൻ സി ടെറിഡോഫൈറ്റ്സ്, ഓപ്ഷൻ സി പ്രോട്ടോകോഡേറ്റ. ഓക്കെ, അപ്പോൾ ഇതിൽ ഉറപ്പായിട്ടും ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത്. ഇത് ബേസിക്കലി എന്താണ്? ആനിമൽ കിങ്ഡമിൽ വരുന്നതാണ് അല്ലേ? നമുക്കറിയാം പ്ലാന്റ്സ് ബേസിക്കലി 5 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ? ആരൊക്കെയാണ്? ഒന്ന് ബ്രയോഫൈറ്റ്സ്. ഓക്കെ, ബ്രയോഫൈറ്റ്സ് ഉണ്ട് അല്ലേ? രണ്ടാമത് താലോഫൈറ്റ്സ് അല്ല, താലോഫൈറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ടെറിഡോഫൈറ്റ്സ് അല്ല, ടെറിഡോഫൈറ്റ്സ് ഉണ്ട്. ഓക്കെ, പിന്നീട് ആൻജിയോസ്പേംസ് അല്ലെ, ആൻജിയോസ്പേംസും അതുപോലെ തന്നെ എന്താണ്? ജിംനോസ്പേംസ് അല്ലെ, ജിംനോസ്പേംസുമാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ 5 ഡിവിഷൻസ് അല്ലേ? ഉറപ്പായിട്ടും നമ്മുടെ ബയോളജിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന ഈ ഒരു ഓഡ് മാൻ ഔട്ട് ആയിക്കോട്ടെ, അനലോഗി ആയിക്കോട്ടെ, ഇവിടെ എല്ലാം എന്താണ്? നമുക്ക് സയൻസസ് അല്ലെ, സയൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബേസിക് ഫാക്ട്സ്, GK എല്ലാം വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നന്നായിട്ട് GK അറിഞ്ഞാൽ മാത്രമേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 5. പോയിന്റിംഗ് ടുവേർഡ്സ് ദ മാൻ, വിവേക് സെഡ്, ഹിസ് ഓൺലി ബ്രദർ ഈസ് എ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. ഫ്രം എമംഗ് ദ ഗിവൺ ഓപ്ഷൻസ് ഹൗ കുഡ് ദ മാൻ ബി റിലേറ്റഡ് ടു വിവേക്? ഓക്കെ, അപ്പം എന്താ? നമ്മുടെ ബ്ലഡ് റിലേഷൻഷിപ്പ് അല്ലേ, അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അതിൽ തന്നെ എന്താണ്? കോൺവെർസേഷൻ ടൈപ്പ്. ഓക്കെ, കോൺവെർസേഷൻ ടൈപ്പ് ചോദ്യമാണ് തന്നിരിക്കുന്ന ചോദ്യം. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ പക്കയായിട്ട് ക്വസ്റ്റ്യൻ മീനിങ് വായിച്ച് മനസ്സിലാക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? വിവേക് ഒരു പുരുഷനെ പറ്റി അവിടെ പറയുവാണ്. എന്താ? ഹിസ് ഓൺലി ബ്രദർ, അതായത് മാനിന്റെ ഒരേ ഒരു സഹോദരൻ എന്ന് പറയുന്ന, മാനിന്റെ ഒരേ ഒരു സൺ. ഓക്കെ, ഒരേ ഒരു സഹോദരൻ എന്ന് പറയുന്നത്, മാനിനൊരു ഒരു ബ്രദർ ഉണ്ട്. ഓക്കെ, ആ ബ്രദർ എന്ന് പറയുന്ന ആള്, ഓക്കെ, മാനിന്റെ ബ്രദർ ആണ്. ആ മാനിന്റെ ബ്രദർ എന്ന് പറയുന്ന ആളാരാണ്? ഈസ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. വിവേകിന്റെ അല്ലെ, മൈ ഡോട്ടേഴ്സ് ഫാദർ എന്ന് പറഞ്ഞാൽ മൈ മീൻസ് ഇവിടെ ഞാൻ തന്നെയായിട്ട് വരും, അല്ലെങ്കിൽ വിവേക് തന്നെയായിട്ട് വരും. വിവേകിന്റെ ഡോട്ടറിന്റെ ഫാദർ ഉറപ്പിടാരാകും? എൻ്റെ മകളുടെ അച്ഛൻ ഞാൻ തന്നെയാണ്. അപ്പം എന്താ? വിവേകിന്റെ അല്ലെ, വിവേകിന്റെ ഓക്കെ ഡോട്ടർ ഉണ്ട് അല്ലെ, മകളുണ്ട്. ആ മകളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഉറപ്പായിട്ടും വിവേക് ഇറ്റ്സെൽഫ്, വിവേക് തന്നെയാണ്. ആ വിവേകിന്റെ അച്ഛനാണ് അല്ലെ. ഹിസ് ഓൺലി ബ്രദർ ഈസ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. എൻ്റെ മകളുടെ അച്ഛൻ്റെ അച്ഛനാണ്. ഓക്കെ, അപ്പം വിവേകിന്റെ ഫാദർ ആയിട്ട് വരും ഇവിടെ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം എന്താ പറയുന്നത്? ഈ മാനിന്റെ ഒരേ ഒരു ബ്രദർ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ഒരേ ഒരു സഹോദരൻ എന്ന് പറയുന്നത് ആരാണ്? വിവേകൻ, അല്ലെങ്കിൽ എന്താണ്? എൻ്റെ ഡോട്ടറിന്റെ ഫാദറിന്റെ ഫാദർ ആണ്. ഈസ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. അപ്പം വിവേകിന്റെ മകളുടെ അച്ഛൻ വിവേക് തന്നെയാണ്. വിവേകിന്റെ അച്ഛൻ ആരാണ്? ഈ പറയുന്ന മാനിന്റെ സഹോദരനാണ്. അങ്ങനെയെങ്കിൽ ഈ മാനും ഈ വിവേകും നമ്മൾ ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ദെൻ ഹൗ കുഡ് മാൻ റിലേറ്റഡ് ടു വിവേക് അല്ലെ? മാൻ റിലേറ്റഡ് ടു വിവേക്. മാൻ വിവേകിന്റെ ആരാകും? മാൻ ഉറപ്പായിട്ടും വിവേകിന്റെ അങ്കിളാകും, അല്ലെങ്കിൽ പറ്റേണൽ അങ്കിളാകും. പറ്റേണൽ അങ്കിൾ അല്ലേ? ഉറപ്പായിട്ടും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പം പക്കയായിട്ട് റിലേഷൻ വായിച്ച് മനസ്സിലാക്കുക, സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ ഇങ്ങനെ എഴുതില്ലെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് ഒരു ഐഡിയ കിട്ടും അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ആ മാനിന്റെ ഒരേ ഒരു സഹോദരൻ എന്ന് പറയുന്ന, ആ പുരുഷന്റെ ഒരേ ഒരു സഹോദരൻ എന്ന് പറയുന്നത് ഈസ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. എൻ്റെ, അതായത് വിവേകിന്റെ മകളുടെ അച്ഛൻ വിവേക് തന്നെയാകും. ആ അച്ഛൻ വിവേകിന്റെ ആരാണ്? അച്ഛനാണ് ആ പുരുഷന്റെ ഒരേ ഒരു സഹോദരൻ. അങ്ങനെയെങ്കിൽ വിവേകിന്റെ അച്ഛനും ആ മാനും എന്താണ്? സഹോദരങ്ങളാണ്. അപ്പോൾ ഉറപ്പായിട്ടും മാൻ വിവേകിന്റെ ആരാകും? പറ്റേണൽ അങ്കിളാകും. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. Select the option that is related to a 6th number in the same way as the 3rd number is related to the 4th number and the 1st number is related to the 2nd number. ഓക്കെ, അപ്പൊ നമ്മുടെ അനലോഗി അല്ലെ, സമാന ബന്ധങ്ങൾ. ഇവിടെ നമ്പർ അനലോഗിയാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇവിടെ 7 340 എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, അതുപോലെ 9 720 എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, അതേപോലെ ഇവിടെ ഈ പറയുന്ന 6 നമ്പർ എങ്ങനെയായിരിക്കും 5th നമ്പറായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബന്ധം മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിയേ, 7:342. അപ്പോൾ 7ഉം 340 നമ്മൾ ബന്ധം എന്താ ബേസിക്കലി? ഓക്കെ, എന്തായിരിക്കും? ഉറപ്പായിട്ടും ഇതെന്ന് പറഞ്ഞാൽ 7³ -1 ആണ് അല്ലേ? അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്പേഴ്സിൽ ബന്ധപ്പെട്ട് ക്യൂബ്സ് ഒരു 20 വരെ നിർബന്ധമായിട്ടും കാണാൻ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ 7³ -1 ആണ് 242. ഓക്കെ, 342. ക്ലിയർ അല്ലേ? അടുത്ത വീണ്ടും 9ഉം 720 ബന്ധം എന്താണ്? ഉറപ്പായിട്ടും 9³ -1 അല്ലേ? 729 -1 ആണ് ആരാ? 728 എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ 2196
ഏത് നമ്പറായിട്ട് ബന്ധപ്പെട്ടിരിക്കും? ഉറപ്പായിട്ടും അയാൾ 13 ക്യൂബ് -1 ആണ്. 2197 ആണ്. 13 ക്യൂബ് -1 എന്ത് കിട്ടും? 2196 അല്ലേ? അപ്പം ഇവിടെ ആര് വരണം? 13 വരണം. ഓപ്ഷൻ ബി 13 ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 20 ക്യൂബ്സ് ഒരു ഉപേക്ഷയും കൂടെ കാണാൻ പഠിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ? അപ്പം ഇങ്ങനെ ആൾക്കാരെ അത് സ്ക്വയറുകളുടെയും ക്യൂബുകളുടെയും അടുത്തുള്ള നമ്പേഴ്സ് തന്നെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റണം. നോർമലി അനലോഗിയിലും ഓഡ് മാനുകളിലൊക്കെ ഈ പറഞ്ഞ ഈ സ്ക്വയറുകളും ക്യൂബുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ അടുത്ത നമ്പേഴ്സ് സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പോൾ എപ്പോഴും അവെയർ ആയിരിക്കുക. ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം. ഓക്കെ, 7th ക്വസ്റ്റ്യൻ. 4 വെൻ ഡയഗ്രാംസ്. വീണ്ടും വെൻ ഡയഗ്രാമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ആർ ഗിവൺ ബിലോ. യു ഹാവ് ടു സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഷോസ് ദ ബെസ്റ്റ് റിലേഷൻഷിപ്പ് എമംഗ് ദ 3 ഗിവൺ ക്ലാസ്സസ്. ഓക്കെ, ബോയ്, സ്റ്റുഡൻറ്, ഫാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ബേസിക്കലി നമുക്കറിയാം ഫാം എന്ന് പറയുന്നതാണ് നെൽപ്പാടം അല്ലെ, അല്ലെങ്കിൽ എന്താണ് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഫാം എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഫാമിന് ഈ സ്റ്റുഡൻറ്റും ബോയുടെ ഡയറക്റ്റ് റിലേഷൻ ഉണ്ടാകില്ല. അപ്പോൾ ഫാം എന്നൊരു ഗ്രൂപ്പ് മാറ്റിയെടുക്കാം. ഓക്കെ, പിന്നെന്താ? ബോയ് സ്റ്റുഡൻ്റ് അല്ലേ? ബോയ് ഉണ്ട്, സ്റ്റുഡൻറ്റും ഉണ്ട്. ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബോയ്സിൽ കുറച്ച് കുട്ടികൾ സ്റ്റുഡൻ്റ് ആകാറുണ്ടല്ലേ? എല്ലാവരും സ്റ്റുഡൻ്റ് ആണെന്ന് നിർബന്ധമില്ല. അത് മാത്രം കാര്യം, ചിലപ്പം ഗേൾസ് സ്റ്റുഡൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇവർ തമ്മിൽ ബേസിക്കലി സം റിലേഷൻ, ഇവരും സം റിലേഷൻ ആണെന്നാൽ ഈ ഫാമായിട്ട് നോക്കുമ്പോഴത്തേക്ക് അവർ നോ റിലേഷൻ ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന വെൻ ഡയഗ്രാം ആരാണ്? അത് ഓപ്ഷൻ ഡി. സോറി, ഓപ്ഷൻ ഡി അല്ലോ, ഓപ്ഷൻ ബി അല്ലോ, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ? സിമ്പിൾ ചോദ്യമായിരുന്നു. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 8. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു എ തേർഡ് ടൈം ഇൻ ദ സെയിം വേ ആസ് സെക്കൻഡ് ടൈം ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ടൈം. ഓക്കെ, വീണ്ടും നമ്മുടെ അനലോഗിയായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡ് ചോദ്യമാണ് ഇവിടെ അല്ലെ? രണ്ടാം ചോദ്യമാണ്. ഇത് ആക്ച്വലി വേഡ് അനലോഗി ആണ്. നേരത്തെ പറഞ്ഞ പോലെ വേഡ് അനലോഗി ആകുമ്പോഴത്തേക്ക് നമ്മൾ മറ്റു ക്ലാസ്സിൽ പറഞ്ഞ തന്നെ വേഡ് അനലോഗി ആയിക്കോട്ടെ, നമ്മുടെ വേഡ് ക്ലാസിഫിക്കേഷൻ ആയിക്കോട്ടെ, എന്ത് വരെ GK ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ട്രാറ്റജിയായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം ഇവിടെ ചോദിക്കാറുണ്ട്. അല്ല, നമ്മുടെ സയൻസ്, ഹിസ്റ്ററി എല്ലാം ബേസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം അതിനെപ്പറ്റി അവെയർ ആയിരിക്കുക. ഇവിടെ സിമ്പിൾ ചോദ്യമാണ്. എന്താണ്? എങ്ങനെ ലയണും കാറ്റും ബന്ധപ്പെട്ടിരിക്കുന്നു, അതേപോലെ വൂൾഫിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടേം ഓപ്ഷൻ കണ്ടെത്തണം. ഓക്കെ, ഇപ്പോൾ സംഭവം എന്താ? അപ്പോൾ നമുക്കറിയാം നോർമലി ലയൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയും? നമ്മുടെ ക്യാറ്റ് ഫാമിലി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ലയൺസ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് ആക്ച്വലി ഫെലിഡേ. ഓക്കെ, ഫെലിഡേ ഫാമിലി എന്ന് പറയും. FELIDAE. ഓക്കെ, ഫെലിഡേ ഫാമിലി എന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ വൂൾഫ് ഏത് ഫാമിലി ഉൾപ്പെടും? അത് ഉറപ്പായിട്ട് ഡോഗ് ഫാമിലി കേട്ടോ. ഡോഗ് ഫാമിലി ആണ്. അല്ലെങ്കിൽ ഓക്കെ കാനിഡേ ഫാമിലി എന്ന് പറയും. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഇവിടെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ഡി വൂൾഫ് ഡോഗ് ഫാമിലി ഉൾപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. സിമ്പിൾ ചോദ്യമാണ്. ശരി, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും വെൻ ഡയഗ്രാമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത്തെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഷിഫ്റ്റിൽ മാത്രം ചോദിച്ചത്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കോളൂ. ഫോളോയിങ് വെൻ ഡയഗ്രാം ഡിസ്പ്ലേസ് എ പ്രോപ്പർ റിലേഷൻ ഓഫ് ദ ഫോളോയിങ് ഐസ്, ഇയേഴ്സ്, സെൻസറി ഓർഗൻസ്. ഓക്കെ, അപ്പം സെൻസറി ഓർഗൻസ് എന്ന് ഉള്ള അല്ലേ? സെൻസറി ഓർഗൻസ് ഗ്രൂപ്പിലായിരിക്കും ഉറപ്പായിട്ടും ഐസും ഇയേഴ്സും വരുന്നത്. ഉറപ്പല്ലേ? സംശയമില്ലല്ലോ. ഓക്കെ, കാര്യം ഇവർ രണ്ടുപേരും നമ്മൾ ഡയറക്റ്റ് റിലേഷൻ ഇല്ല. എന്നാൽ സെൻസറി ഓർഗൻസിനകത്തായിരിക്കും ഇവർ രണ്ടുപേരും വരുന്നത്. ഉത്തരം തരുന്നു ഓപ്ഷൻ ഡി. സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഐഡന്റിഫൈ നമ്പർ ദാറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം ദ റെസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ എ 2548, ഓപ്ഷൻ ബി 1728, ഓപ്ഷൻ സി 2197, ഓപ്ഷൻ ഡി 1331. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ആരാണ് ഡിഫറെന്റ് അല്ലേ? അല്ലെങ്കിൽ ഓഡ് മാൻ ഔട്ട്. ഓക്കെ, ഒറ്റേനെ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിലെ ചോദ്യമാണ്. അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ ആരാണ് ഡിഫറെന്റ് വൺ? ഉറപ്പായിട്ടും അത് ഓപ്ഷൻ റൈറ്റ് ആൻസർ. കാര്യം എന്താ? ഈ 1728 എന്ന് പറഞ്ഞാൽ അയാൾ 12ന്റെ ക്യൂബാണ്. ഓക്കെ, 2197 13ന്റെ ക്യൂബാണ്. 1331 11ന്റെ ക്യൂബാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും ക്യൂബ്സ് 20 വരെയും പഠിച്ചിരിക്കണം. ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. ഓക്കെ, പെട്ടെന്ന് നമ്പേഴ്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റണം. ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 11. Read the given statements and conclusion carefully and decide which of the conclusions logically follows from the statements. Okay, ഇപ്പോൾ എന്താ പറയാം? നമുക്ക് നമ്മുടെ സിലോജിസം. ഓക്കെ, സിലോജിസോട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യാം. ഓക്കെ, സിലോജിസോട് ബന്ധപ്പെട്ട ചോദ്യം പറയാം. കാര്യം സ്റ്റേറ്റ്മെന്റ് ഓൾ ഡോക്ടേഴ്സ് ആർ സോഷ്യൽ വർക്കേഴ്സ് അല്ലേ? എല്ലാ ഡോക്ടേഴ്സും സോഷ്യൽ വർക്കേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ഡോക്ടേഴ്സും സോഷ്യൽ വർക്കേഴ്സും ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. അതുപോലെ ഓൾ സോഷ്യൽ വർക്കേഴ്സ് നീഡ് മണി. എല്ലാവർക്കും മണി വേണം. അപ്പോൾ ഉറപ്പായിട്ടും ഈ സോഷ്യൽ വർക്കേഴ്സിന് എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം? മണി എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ തന്നെ കൺക്ലൂഷൻ ആരൊക്കെ ഫോളോ ചെയ്യും? ഓൾ സോഷ്യൽ വർക്കേഴ്സ് ആർ ഡോക്ടേഴ്സ് ആണോ? എല്ലാ സോഷ്യൽ വർക്കേഴ്സും ഡോക്ടേഴ്സ് ആണോ? ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. ഇവർ ഇത്ര ആൾക്കാർ നമുക്ക് ഡോക്ടേഴ്സ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് കാരണം ഫസ്റ്റ് വൺ ഫോളോ ചെയ്യില്ല. സം റിലേഷൻ മാത്രമേ ബേസിക്കലി വരുന്നുള്ളൂ. ഓക്കെ, ശരി. ഡോക്ടേഴ്സ് നീഡ് മണി. ഡോക്ടേഴ്സിന് മണി ആവശ്യമുണ്ട് അല്ലെ?
ഉറപ്പായിട്ടും ഡോക്ടേഴ്സിനകത്ത് അല്ലെങ്കിൽ മണിക്കകത്താണ് ഡോക്ടേഴ്സ് ഫുള്ളി ഉണ്ട്. അപ്പം ഉറപ്പായിട്ടും സെക്കൻഡ് വൺ ഫോളോ ചെയ്ത് പറയാൻ സാധിക്കും, ഒരു കുഴപ്പവുമില്ല. ഇത്രയും കിട്ടുന്നു ഓപ്ഷൻ ഡി, ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓക്കെ, സിമ്പിൾ ചോദ്യമായിരുന്നു. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 12. ഐഡന്റിഫൈ നമ്പർ ദാറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം ദ റെസ്റ്റ്. ഓക്കെ, തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ആരാണ് ഡിഫറെന്റ് അല്ലേ? ഉറപ്പായിട്ടും ഇത് നമുക്ക് എന്താ പറയാം, ഓഡ് മാൻ ഔട്ട്. ഓക്കെ, ഓഡ് മാൻ ഔട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. 23, 29, 31, 37, 42, 41, 47. ഇതിലാരായിരിക്കും ഡിഫറെന്റ് വൺ? ആരായിരിക്കും? ഉറപ്പായിട്ടും ഓപ്ഷൻ ബി 42. കാര്യം എന്താ, ബാക്കി നമ്പേഴ്സ് ഒക്കെയാണ് ആക്ച്വലി പ്രൈം നമ്പേഴ്സ് അല്ലേ, പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്പേഴ്സ് പെട്ടെന്ന് കണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റീസണിങ്ങിനകത്ത്. ഓക്കെ, അപ്പോൾ 23, 29, 30, 37, 40, 47 എല്ലാം പ്രൈം നമ്പേഴ്സ് ആയത് കാരണം 42 ഇവിടുത്തെ ഒറ്റയാൻ. ഓക്കെ, ക്ലിയർ ആണ്. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 13. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ തേർഡ് ടേം ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ടേം ഈസ് റിലേറ്റഡ് ടു ഫസ്റ്റ് ടേം. വീണ്ടും അനലോഗിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അതും വീണ്ടും എന്താ, വേർഡ് അനലോഗിയാണ്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അനലോഗിയിൽ മാത്രം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പം റണ്ണിങ് ഈസ് ടു ട്രാക്ക് ഈസ് ആസ് ബോക്സിംഗ് ഈസ് ടു എന്താണ്? ഉറപ്പായിട്ടും നമ്മൾ റണ്ണിങ് റേസ് നടത്തുന്നത് ട്രാക്കിലാണല്ലേ, ട്രാക്കാണ്. കറസ്പോണ്ടിങ് ആയിട്ട് ബോക്സിംഗ് എവിടെ നടത്തും? അത് ഓപ്ഷൻ ഡി, റിങ്ങിലാണ്. ആണോ? സിമ്പിൾ ചോദ്യമായിരുന്നു, പക്ക സ്ട്രാറ്റജിക്കാണ്. ശരി, മുന്നോട്ട് പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 14. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ പ്രിസീഡ് ബൈ ദ നമ്പർ 4 ഇൻ ദ ഫോളോയിങ് സീരീസ്? ഓക്കെ, അപ്പം ഇത് ആക്ച്വലി എന്താ, നമ്മുടെ ആൽഫ ന്യൂമറിക് സീരീസ്. ഓക്കെ, ആൽഫ ന്യൂമറിക് സീരീസ് അല്ല, ആൽഫ ന്യൂമറിക് സിമ്പിൾ സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക്കിലെ ചോദ്യമാണ്. അപ്പം അതായത് ആക്ച്വലി ഇവിടെ എന്താ, കുറെ നമ്പേഴ്സ്, കുറെ ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ. അവർ തമ്മിൽ എന്താണ് ബേസിക് റിലേഷൻ ഒന്നും അല്ലെങ്കിൽ പാറ്റേൺ ഒന്നും വരുന്നില്ല ബേസിക്കലി. അപ്പോൾ കുറെ ബന്ധമില്ലാത്ത നമ്പേഴ്സ് എന്നിട്ട് ആ നമ്പേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ പ്രിസീഡ് ബൈ ദ നമ്പർ 4? എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് ദാറ്റ് ആർ പ്രിസീഡ് ബൈ ദ നമ്പർ 4? ഈ ഓഡ് നമ്പറിന് മുൻപ് ആര് വരണം? 4 വരണം. ഓഡ് നമ്പറിന് മുൻപ് 4 വരണം. ഇങ്ങനത്തെ ആളാണ് ബേസിൽ കണ്ടുപിടിക്കേണ്ടത്. ഓർക്കുക, വാക്കിന്റെ മീനിങ് പക്കറ്റ് മനസ്സിലാക്കുക. പ്രിസീഡഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താ? മുൻപല്ലേ, മുൻപ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, എന്നാൽ ഫോളോഡ് ബൈ അല്ലാന്നുണ്ടെങ്കിൽ സക്സീഡഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ശേഷം. ഓക്കെ, ശേഷമാണ്. അപ്പം വാക്കിന്റെ മീനിങ് ഒക്കെ പക്കയാണ് മനസ്സിലാക്കുക. ഓക്കെ, പ്രിസീഡ് ബൈ മുൻപാണ്, ഫോൾ ബൈ ഓർ സക്സീഡ് ബൈ എന്ന് വെച്ചാൽ ശേഷമാണ് അല്ലേ. അങ്ങനെയെങ്കിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? അതിന് തൊട്ട് മുൻപ് ആരെ വരണം? 4 വരണം. ഫസ്റ്റ് ഇവിടെ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ് വരുന്നത്. തൊട്ട് മുൻപ് 4 അല്ല, അയാൾ ഒഴിവാക്കാം. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ 5 എന്ന് പറയുന്ന ഓഡ് നമ്പർ ഉണ്ട്. തൊട്ട് മുൻപ് ഉണ്ട് 4 വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും 9 എന്ന് പറയുന്നൊരു ഓഡ് നമ്പർ ഉണ്ട്. തൊട്ട് മുൻപുണ്ട് വീണ്ടും 4 തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് ആയിട്ടുണ്ട്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ 3 എന്ന് പറഞ്ഞൊരു ഓഡ് നമ്പർ ഉണ്ട്. തൊട്ട് മുൻപേ ആരാ? 4 എന്ന് പറഞ്ഞ നമ്പർ വന്നിട്ടുണ്ട്. വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് വേറെ ഓഡ് നമ്പേഴ്സ് ആരും ഇല്ല. അപ്പം ഇവിടെ ആകെ 3 ഓഡ് നമ്പേഴ്സ് താരെ പ്രിസീഡ് ബൈ 4 വരുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി 3 എന്ന് കിട്ടുന്നു. സിമ്പിൾ ചോദ്യമാണ്. ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 15. ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് സെലക്ട് ദ ഓഡ് വൺ ഔട്ട്. ഓക്കെ, വീണ്ടും ഓഡ് വൺ ഔട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനോട് ബന്ധപ്പെട്ട 5th ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഈ ഒരു ഷിഫ്റ്റിൽ ഇപ്പം ചോദിച്ചിരിക്കുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓപ്ഷൻ എ സ്ക്രിപ്റ്റ്, ഓപ്ഷൻ ബി ഡയലോഗ്, ഓപ്ഷൻ സി പ്ലോട്ട്, ഓപ്ഷൻ ഡി ആക്ടർ. അപ്പോൾ ഇതിൽ 4 പേരിൽ ആരാണ് ഒറ്റയാണ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു കണ്ടെത്തണം. ആരായിരിക്കും വരിക? ഉറപ്പായിട്ടും ഓപ്ഷൻ ഡി, ആക്ടർ ആയിരിക്കുമല്ലോ. അപ്പം ഈ സ്ക്രിപ്റ്റും ഡയലോഗും പ്ലോട്ടും ബേസിൽ നിന്ന് ഒരു സീനോട് ബന്ധപ്പെട്ട കാര്യമല്ലോ, സീനോട് ബന്ധപ്പെട്ട അതിൻ്റെ തിരക്കഥ, സംഭാഷണം, പിന്നെ സാഹചര്യം അല്ലേ. ഉറപ്പായിട്ടും ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഒറ്റയാൻ. ക്ലിയർ ആണ്. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 16. ദ ഫോളോയിങ് ടേബിൾ ഷോ ദ പോയിന്റ്സ് സ്കോർഡ് ബൈ 4 players in 4 games. ഓക്കെ, അപ്പം നമ്മുടെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ അല്ലേ, ഇന്റർപ്രിട്ടേഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, ഡി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അപ്പം അതിൽ തന്നെ നമ്മുടെ ടേബിളായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ടേബിൾ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ 4 പ്ലേയേഴ്സിൻ്റെ സ്കോറുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോ ഗെയിമുകൾ സ്കോറാണ് കാണിച്ചിരിക്കുന്നത്. ഹൂ ഈസ് ദ ഓവറോൾ ബെസ്റ്റ് പെർഫോമർ കൺസിഡറിങ് ഓൾ ദ ഗെയിംസ്? എല്ലാ ഗെയിംസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ പ്ലെയർ എയുടെ പോയിന്റ്സ് എടുത്താൽ എല്ലാം ഫുൾ ആഡ് ചെയ്താൽ മതി, പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പം ഇവിടെ ബെസ്റ്റ് പെർഫോമർ ആണെങ്കിൽ ഇവരെ ഓരോരുത്തർ സ്കോർ പക്കയായിട്ട് ആഡ് ചെയ്തെടുക്കണം. അപ്പോൾ എ മാത്രം എടുത്തു കഴിഞ്ഞാൽ 12 + 8 20, 20 + 10 30, 30 + 6 36 ആണ് 4 ഗെയിമിലൂടെ എ സ്കോർ ചെയ്തത് അല്ലേ. ഓക്കെ, ഇനി ഓപ്ഷൻ ബി എടുക്കുവാണെങ്കിൽ 0 8 6 4 ഇത് കൂടുമ്പോൾ 18 ഉള്ളല്ലേ. 6 + 4 10, 8 18. സി ആഡ് ചെയ്യുവാണെങ്കിൽ എത്ര വരുന്നുണ്ട്? 8 11 19,
19 4 23 അല്ലേ, സോറി 23 3 26 26 സിയുടെ സ്കോർ. ഡി എടുത്താൽ 10 + 12 22 10 32 സ്കോർ. ഉറപ്പായിട്ടും എ ആണ് ഇവിടുത്തെ ബെസ്റ്റ് പെർഫോമർ. ഓപ്ഷൻ സി എ എന്ന് കിട്ടും. സിമ്പിൾ ചോദ്യമാണ്, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ, ബേസിക് ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17. സെയിം ടേബിൾ തന്നെ വീണ്ടും ഡി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. The following table shows the points scored by 4 players in 4 games. ചോദ്യം എന്താണ്? Determine the average number of points scored by A considering all the games. അപ്പം എയുടെ മാത്രം ആവറേജ് കാണണം. അപ്പോൾ ഓൾറെഡി ചെയ്തു, ഇതെല്ലാം കൂട്ടുമ്പോൾ എത്ര കിട്ടി? 36 കിട്ടി അല്ലേ. 12 + 8 20 10 + 10 30 36 36 ആവറേജ് അല്ലേ. ആവറേജ് ആണ് എന്താ ചെയ്യേണ്ടത്? ഉറപ്പായിട്ടും സം ഡിവൈഡ് ബൈ ടോട്ടൽ സം ഡിവൈഡ് നമ്പർ ആണ്. അപ്പോൾ 36/4 9 എന്ന് കിട്ടും. 9 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി 9. സിമ്പിൾ ചോദ്യം, ഒക്കെ ബേസിക് ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് സമയം വേണ്ടി വരുന്നില്ല നമുക്ക് ചെയ്യാൻ. ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18. വീണ്ടും ഡി എ ആയിട്ട് ബന്ധപ്പെട്ട അതേ ടേബിളോട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, the following table shows the points scored by 4 players in 4 games. കണ്ടോ, അതേ പോയിന്റ്സ് തന്നെയാണ്, അതേ ടേബിൾ തന്നെയാണ്. ചോദ്യം, who is the overall worst performer considering all the 4 games? അല്ലേ, ആരാ? നമ്മൾ അതും കണ്ടു. ആരാ? ഓപ്ഷൻ അല്ലേ, അല്ലെങ്കിൽ ബി ആണ്, പ്ലെയർ ബി ആണ്. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്രയും വരുന്നുണ്ട് നമുക്ക്? 18 അല്ലേ, 18 ഉള്ളൂ. അപ്പം ആരാ? ഓപ്ഷൻ എ ബി എന്ന് കിട്ടുന്നു. അതും സിമ്പിൾ ചോദ്യം, തുച്ഛമായ സമയം മതി. ഓക്കെ, ഇപ്പം അത് പറഞ്ഞ റീസൺ നമുക്ക് പൊതുവെ എളുപ്പമാണ്. അപ്പം ചുരുങ്ങിയ സമയം കൊണ്ട് ആൻസറിലേക്ക് എത്തണം, അത് സമയം കളയരുത്. ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 19. വീണ്ടും അല്ലേ അതേ ടേബിൾ വെച്ചിട്ടുള്ള ഡിയുടെ ചോദ്യം തന്നെയാണ്. 4th ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ചോദ്യം എന്താ? വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ബി ഓഫ് ദ ആവറേജ് പോയിന്റ് സ്കോർഡ് ബൈ സി ആൻഡ് ഡി? സിയുടെയും ഡിയുടെയും ആവറേജിന്റെ ഡിഫറൻസ് കാണണം അല്ലേ. അപ്പൊ ശരി, ഇപ്പൊ സി നമ്മൾ ഓൾറെഡി സിയുടെ പോയിന്റ് എടുക്കണം. സിയുടെ എത്ര വരുന്നുണ്ട് നമുക്കറിയാം, നേരത്തെ പറഞ്ഞു. ആവറേജ് കാണാൻ സം ബൈ നമ്പർ ആണ് അല്ലേ. അപ്പൊ സം എത്ര വരുന്നുണ്ട്? ഇവിടെ എത്രയാ? 8 + 11 19 4 23 3 26 ആണ്. ഓക്കെ, ഇവിടെ എത്ര വരുന്നുണ്ട്? ഡി എടുത്ത് 10 + 12 22 + 10 32 അല്ലേ. നമുക്ക് എന്താ വേണം? കാണണം ഈ സിയുടെയും ഡിയുടെയും ആവറേജ് പോയിന്റ്സിന് ഡിഫറൻസ് വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവരുടെ ഡിഫറൻസ് എടുത്തിട്ട് നമുക്ക് ആവറേജ് കണ്ടാലും മതി അല്ലേ. അതിൽ എളുപ്പമുള്ള മാർഗം അല്ലേ. ഇവരുടെ ഡിഫറൻസ് കണ്ട് നമുക്ക് ആവറേജ് എടുത്താൽ മതി. ബൈ 4 ചെയ്യാം. അപ്പോൾ എത്ര വരുന്നുണ്ട്? ഡിഫറൻസ് 6 എന്ന് കിട്ടും. 6/4 ഉറപ്പായിട്ട് വരാം. ഓപ്ഷൻ ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? ഇത് ആക്ച്വലി 1.5 നമുക്കറിയാം. ഓക്കെ, ഉറപ്പായിട്ടും ഓപ്ഷൻ ബി 6/4 ഒരു കാരണവശാലും 8 വരത്തില്ല, 6 വരത്തില്ല, 10 വരത്തില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഓപ്ഷൻ ബി തന്നെയാണ്. അപ്പോൾ കുറച്ച് സ്മാർട്ടായിട്ട് ആലോചിക്കുക. ഓക്കെ, ഇപ്പോൾ മാക്സിമം എഴുത്തൊഴിവാക്കി ക്യാൻസലൊക്കെ എത്താൻ പറ്റും. അതാണ് ഏറ്റവും ചെയ്യേണ്ട പരിപാടി. ഓക്കെ, എത്ര പേന ഒഴിവാക്കാത്ത സമയലാഭം കിട്ടും, അതെല്ലാം അവെയർ ആയിരിക്കുക. ഓക്കെ, ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 20. Select the letter cluster from the among given options that can replace a question mark in the following series. ഓക്കെ, ഇത് നമ്മുടെ ലെറ്റർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. അപ്പം നമ്മളെപ്പോഴും സീരീസ് ലെറ്റർ സീരീസ് പറയുന്ന പോലെ എന്തായിരിക്കും? ഓരോ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആയിരിക്കും ബേസിക്കലി അവിടെ പാറ്റേൺ ഫോം ചെയ്ത് പോവാറ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ സി 3, അയാൾ എഫ് ആയി, 6 3 കൂടി. ഇവിടെ അവസ്ഥ നോക്കുമ്പോൾ L 12 ആണ്, O 15 ആണ്. അവിടെയും +3 തന്നെയാണ്. +3 എല്ലായിടത്തും +3 അല്ലേ. അങ്ങനെ ഇവിടെ ആര് പറഞ്ഞു? 6 + 3 9. 9 + 3 തന്നെയാണ് 12. കുഴപ്പമില്ല. അപ്പോൾ 9 ആരാ? 9 ലെറ്റർ ഐ ആണ്. ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റ ഓപ്ഷനുള്ളൂ. ഓപ്ഷനെ പരിപാടി കഴിഞ്ഞു അല്ലേ. അപ്പം അതിന് സമയം എടുക്കരുത്, സ്പീഡ് ചെയ്യുക. അവനെ അടുത്ത ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ J 10 ആണ്, M 13. വീണ്ടും +3 ചെയ്യുമ്പോൾ 16 കിട്ടും. 16 P തന്നെ. അപ്പം ആരാ? IP കൺഫേം ആണ്. ഓപ്ഷൻ എ. പരിപാടി കഴിഞ്ഞു. സിമ്പിൾ ചോദ്യമായിരുന്നു. ലെറ്റേഴ്സ് കറസ്പോണ്ട് നമ്പേഴ്സ് പഠിച്ചാൽ എളുപ്പം ചെയ്യാൻ പറ്റും. ഈ എഴുത്തൊക്കെ മാക്സിമം ഒഴിവാക്കി ക്യാൻസലൊക്കെ എത്താനും പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 21. A remembers that P's first appointment to job is after 17th but before 20th March, whereas B remembers that P's first appointment to the job is after 18th but before 22nd March. Assuming both are correct, which date is most likely to be P's first appointment to the job? Okay, പക്ക ലോജിക്കൽ, വെറും ലോജിക്കൽ ചോദ്യമാണ്. എന്താണ്? ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ, കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ സെൻറ്റൻസ് വായിച്ച് മനസ്സിലാക്കുക. എക്ക് എന്ത് ഓർമ്മയുണ്ട്? പിയുടെ ഫസ്റ്റ് അപ്പോയിൻമെന്റ് ജോബ് ഈസ് ആഫ്റ്റർ 17th ബട്ട് ബിഫോർ 20th March. ഓക്കെ, എക്ക് എന്ത് ഓർമ്മയുണ്ട്? പിയുടെ ജോയിനിങ് ഡേറ്റ് എന്ന് പറയുന്നത് 17 ശേഷവും 20 മുൻപുമാണ്. അതായത് ഒന്നെങ്കിൽ 18 അല്ലെങ്കിൽ 19 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരിക്കലും 17 വരത്തില്ല, 19 20 തൊട്ടുള്ള ഡേറ്റും വരത്തില്ല.
ഒന്നെങ്കിൽ 18 19 ആണ്. അതുപോലെ വേറെ ബി റിമെമ്പേഴ്സ് ദാറ്റ് പീസ് ഫസ്റ്റ് അപ്പോയിൻമെന്റ് ടു ജോബ് ഈസ് ആഫ്റ്റർ 18th ബട്ട് ബിഫോർ 22nd മാർച്ച്. ബിക്ക് എന്ത് ഓർമ്മയുണ്ട്? പിയുടെ ജോയിൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 18 ശേഷവും 22 മാർച്ച് മുൻപുമാണ്. അതായത് ഒന്നെങ്കിൽ 19 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 21 ആണ്. ഓക്കെ, അസ്യൂം ബോത്ത് ആർ കറക്റ്റ്. രണ്ടും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിയുടെ അപ്പോയിൻമെന്റ് ഡേറ്റ് എന്ന് മനസ്സിലാക്കണം അല്ലേ. രണ്ടോട് കമ്പൈൻ ചെയ്ത് ഉറപ്പായിട്ടും കോമൺ നമ്പർ 19 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും എന്ന് പറയാം ഓപ്ഷൻ ബി 19 മാർച്ചാണ് പിയുടെ ഫസ്റ്റ് അപ്പോയിൻമെന്റ് ജോബ് വരുന്നത്. ഓക്കെ, സിമ്പിൾ ചോദ്യം, പക്ക ലോജിക്കൽ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അതിന് സമയം എടുക്കുക, മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 22. ഓക്കെ, ഇഫ് പ്ലസ് മീൻസ് ഡിവിഷൻ മീൻസ് പ്ലസ് മീൻസ് മൈനസ് മീൻസ് ഇൻറ്റു ആൻഡ് ഇൻറ്റു മീൻസ് ഡിവിഷൻ, then what will be the value of 16 divided by 4 into 2 plus 5 minus b? ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എന്താണ്? നമ്മുടെ ബോഡ്മാസ് റൂള് ഉപയോഗിച്ച് എന്താ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ ചെയ്തിട്ട് ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്ത് വരും? ഇക്വേഷൻ എങ്ങനെ മാറും? 16 ഡിവിഷന് പകരം പ്ലസ് കൊടുക്കണം, +4 എന്ന് വരും. അടുത്ത ഇൻറ്റുവിന് പകരം എന്താ? ഇൻറ്റു മീൻസ് ഡിവിഷൻ ആണ്, 4/2 എന്നായി അല്ലേ. വീണ്ടും പ്ലസിന് വരുന്നതാണ്, പ്ലസ് മീൻസ് മൈനസ് ആണ്, -5 പിന്നെന്താ -3 അല്ലേ. മൈനസ് മീൻസ് എന്താ? മൈനസ് മീൻസ് ഇൻറ്റു, ഇപ്പോൾ ഇൻറ്റു 3 എന്ന് വരുന്നു. അതായത് 16 + 2 - 15 എന്ന് വരുന്നു. അങ്ങനെയെങ്കിൽ എന്ത് വരും? നമുക്ക് അവിടെ 16 5 1 1 + 2 3 എന്ന് ഉത്തരം കിട്ടുന്നു. ഓപ്ഷൻ ഡി 3. സിമ്പിൾ ചോദ്യം, അധികം സമയം എടുക്കരുത്, ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 23 അല്ലേ. ഹൗ മെനി നമ്പേഴ്സ് ആർ പ്രസന്റ് ബിറ്റ്വീൻ 50 and 100 ബോത്ത് എക്സ്ക്ലൂഡിങ്, രണ്ടുപേരെയും ഒഴിവാക്കിയിട്ട്, വിച്ച് കണ്ടെയ്ൻസ് ഡിജിറ്റ് 5 ആൻഡ് ക്യാൻ ബി എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഡിജിറ്റ് 5. ഓക്കെ, 50നും 100നും ഇടയിൽ 5 ഉൾപ്പെടുന്ന 5 എന്ന ഡിജിറ്റ് ഉൾപ്പെടുന്ന നമ്പർ ആരാക്കണം? ആ നമ്പർ എന്താകണം? ഉറപ്പായിട്ടും 5 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ആരൊക്കെ വരും? സിമ്പിൾ അല്ലേ. 50ന് ശേഷം വരുന്ന 55 ഉണ്ട്. ആക്ച്വലി 51 52 വരുന്നുണ്ട്, പക്ഷേ അവരെയൊന്നും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ 55 ഉണ്ടാകും, 65 ഉണ്ടാകും, 75 85 90. ഈ 5 നമ്പേഴ്സ് അല്ലാതെ വേറെ ആര് നമുക്ക് ഡിവൈഡ് ബൈ 5 ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ അല്ലേ. അതിനകത്ത് പറയുന്നുണ്ട് എന്താ? അതിനകത്ത് ആ നമ്പറിനകത്ത് 5 ഉണ്ടാകണം അല്ലേ. 5 ഉണ്ടാകുന്ന സംഖ്യ ആയിരിക്കണം, ഡിജിറ്റ് 5 ഉണ്ടാകണം. അയാൾ നമുക്ക് 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കണം. ഒരു കാരണവശാലും നമുക്ക് 60 70 ഒന്നും പറ്റില്ല, കാര്യം ഇതിനകത്ത് 5 എന്ന ഡിജിറ്റ് വരുന്നില്ല. അപ്പം ഈ 5 പേരിലെ വേറെ നമ്പേഴ്സ് ആരും വരുന്നില്ല. ഉത്തരം കിട്ടുന്നു ഓപ്ഷൻ ഡി 5 കൊണ്ട്. ഭയങ്കര പക്ക ലോജിക്കൽ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ വ്യക്തമായി വെച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇവിടെ 50 ആക്ച്വലി വരും, പക്ഷെ അവർ പറയുന്നുണ്ട് ബോത്ത് എക്സ്ക്ലൂഡ്, രണ്ടും ഉൾപ്പെടാൻ പാടില്ല, കാര്യം ബിറ്റ്വീൻ ആണ്, 50 ഉൾപ്പെടാത്ത നമ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 24. Sheetal walks 25 meter east, then she turns right and walks 25 meter, another 25 meter, then she turns right and walks another 40 meter, then again turning right she walks 25 meter, finally she turns left and walks 100 meter. How far is Sheetal from her original position? Okay, അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് അല്ലേ, ദിശയും ദൂരമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? പക്കയായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? വരച്ചു പോവുക. ഓക്കെ, അപ്പം എന്താ പറയുക? ഷീതൽ വാക്സ് 25 മീറ്റർ ഈസ്റ്റ്. ഓക്കെ, ഷീതൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ, ഒറിജിനൽ പോയിന്റ് എന്ത് ചെയ്തു? ആദ്യമേ 25 മീറ്റർ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്തു, ട്രാവൽ ചെയ്തു. ഇപ്പോൾ ഉറപ്പായിട്ട് നമുക്കറിയാം അല്ലേ, വലത് ഭാഗത്ത് ഈസ്റ്റ്, ഇടത് ഭാഗത്ത് വെസ്റ്റ്, മുകളിൽ നോർത്ത്, താഴെ സൗത്തുമാണ്. ഓക്കെ, അപ്പം ഈസ്റ്റ് അങ്ങോട്ട് റൈറ്റിലേക്ക് പോകുന്നു. ഓക്കെ, അവിടുന്ന് ദെൻ ഷീ ടേൺസ് റൈറ്റ്, വീണ്ടും റൈറ്റ് തിരിയുന്നു. അപ്പോൾ ഈസ്റ്റിലേക്ക് പോകുന്ന റൈറ്റ് അങ്ങോട്ടായിരിക്കും, അയാൾ റൈറ്റ് സൗത്തിലേക്ക് അല്ലേ. ഈസ്റ്റിലേക്ക് പോകുന്ന റൈറ്റ് സൗത്തിലേക്കാണ്. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നിങ്ങൾ ആ സ്ഥാനത്തോണ്ട് വെക്കുക, എന്നിട്ട് നിങ്ങൾ റൈറ്റ് ലെഫ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഈസ്റ്റിലേക്ക് പോകുന്നു, റൈറ്റ് അങ്ങോട്ട് വരും, സൗത്തിലേക്ക് വരുന്നു. ഓക്കെ, സൗത്തിലേക്ക് പോകുന്നു. അത് എത്ര പോയിട്ടുണ്ട്? ആൻഡ് വാക്സ് 25 മീറ്റർ അല്ല, അതും 25 മീറ്റർ പോയി. ഓക്കെ, ദെൻ ഷീ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് അനദർ 40 മീറ്റർ, വീണ്ടും റൈറ്റ് തിരിഞ്ഞു. അപ്പോൾ സൗത്തിലേക്ക് പോയാൽ റൈറ്റ് അങ്ങോട്ടായിരിക്കും, അത് വെസ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. അത് എത്ര പോയിട്ടുണ്ട്? അത് 40 മീറ്റർ എന്ന് പറയുന്നുണ്ട്. എഗെയിൻ ടേണിംഗ് റൈറ്റ്, വീണ്ടും റൈറ്റ് തിരിഞ്ഞു. ഷീ വാക്സ് 25 മീറ്റർ, വീണ്ടും ഇപ്പോൾ വെസ്റ്റിലേക്ക് പോയാൽ റൈറ്റ് അങ്ങോട്ടായിരിക്കും, വെസ്റ്റിലേക്ക് പോകുന്ന റൈറ്റ് അത് നോർത്ത് വരും. ഓക്കെ, നോർത്തിലേക്ക് വീണ്ടും 25 മീറ്റർ ആണ്, നോർത്തിലേക്ക് 25 മീറ്റർ. അപ്പോൾ ഉറപ്പായിട്ടും മനസ്സിലാകും ഈ ഒരു പോയിന്റും ഈ പോയിന്റും അല്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്ട്രേറ്റ് ലൈൻ തന്നെ ആയിരിക്കും, കാര്യം ഇത് 25 ആണ്, ഇത് 25 ആണ്. ഓക്കെ, 25 തന്നെയാണ്, സോറി. ഓക്കെ, 25 തന്നെയാണ്. ശരി, എന്താ പറയുന്നത്? ഫൈനലി ഷീ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 10 മീറ്റർ. ഓക്കെ, വീണ്ടും ലെഫ്റ്റ് തിരിയുന്നു. ഇപ്പം നോർത്തിലേക്ക് പോയാൽ ലെഫ്റ്റ് അങ്ങോട്ടാണ്,
അതോ വെസ്റ്റിലേക്കായിരിക്കും, വെസ്റ്റിലേക്കാണ്, അത് 10 മീറ്റർ പോയിട്ടുണ്ട്. ഓക്കെ, ചോദ്യം എന്താ? ഹൗ ഫാർ ഈസ് ശീതൾ ഫ്രം ഹെർ ഒറിജിനൽ പൊസിഷൻ? അല്ലേ, ഒറിജിനൽ പോയിന്റ് നോക്കുമ്പോൾ ഇപ്പം അവളുടെ ദൂരം എത്രയാണ് അല്ലേ? ഇതാണ് ഫൈനൽ പോയിന്റ് അല്ലേ, ഫൈനൽ പോയിന്റ് ഇതാണ്. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര വരുന്നുണ്ട്? ഇവിടം വരെ 10 വരുന്നുണ്ട്, 10 ഉണ്ട്. ഇത് എത്ര ഉണ്ടാകും? ഓക്കെ, എത്ര ഉണ്ടാകും അത്? ഓൾറെഡി നമുക്കറിയാം ഈ ഒരു പോയിന്റ് ഇവിടുന്ന് ഇവിടം വരെ 25 ആണ്. ഇത് ഫുള്ള് 40 ആണെങ്കിൽ ബാക്കി എത്ര വരും? 40 25 പോയാൽ ബാക്കി 15 ഉണ്ട്. അപ്പം 10 + 15 25 മീറ്റർ അല്ലേ, 25 മീറ്റർ. ഓപ്ഷൻ ബി 25 കിട്ടും. സിമ്പിൾ ചോദ്യം. സെറ്റാണ്, ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 25. ഓക്കെ, ഇഫ് ജി സ്റ്റാൻഡ്സ് ഫോർ ആഡ്, എ സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലൈ, ജെ സ്റ്റാൻഡ്സ് ഫോർ സബ്ട്രാക്ട് ആൻഡ് കെ സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, then find the value of 125J, 110K, 5G, 7H2. ഓക്കെ, വീണ്ടും ബോഡ് മാസ് റൂള് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യേണ്ട ഇക്വേഷൻ ആണ് അല്ലേ? അപ്പം ഈ പറയുന്ന മാറ്റം കൊടുക്കുക. 125 ജെക്ക് വരെ എന്താ കൊടുക്കേണ്ടത്? ജെ മീൻസ് സബ്ട്രാക്ട്. അപ്പോൾ ഈ 125 മൈനസ് 110. കെക്ക് വരെ എന്താണ്? കെ സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, 110/5 അല്ലേ? പിന്നീട് ആരാ? ജി ഉണ്ട്. ജി ആരാ? ജി സ്റ്റാൻഡ്സ് ഫോർ അഡിഷൻ പ്ലസ് 7 വരും. വീണ്ടും എച്ച് വരും. എച്ച് എന്താണ്? എച്ച് സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലൈ ഇൻറ്റു 2 വരും അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ? എല്ലാവരും ആയല്ലോ? ശരി. അപ്പോൾ 125 110/5 എത്രയാ? അത് 22 അല്ലേ, -22 എന്ന് വരും അല്ലേ? പിന്നെ ഡിവിഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ, പ്ലസ് 7 × 2 14 വരും അല്ലേ? 14 വരും. അങ്ങനെയെങ്കിൽ 125 - 22 103, 103 + 14 117 കിട്ടും കുഞ്ഞുങ്ങളെ. ഓപ്ഷൻസ് 117 കണ്ട. സിമ്പിൾ ചോദ്യം. ആദ്യം സമയം എടുക്കാതെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഈ പറയുന്ന ഈ സിമ്പിൾസ് ഒന്നും മാറിപ്പോകാതെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക, സമയം വേസ്റ്റ് ആക്കരുത്. ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 26. സെലക്ട് നമ്പർ ഫ്രം ദ എമംഗ് ദ ഗിവൺ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ് അല്ലേ? അപ്പോൾ നമ്മുടെ നമ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ? അപ്പോൾ നോക്കുക, 13, 14, 18, 20, 23 ക്വസ്റ്റ്യൻ മാർക്ക്, 28, 32 ആണല്ലേ? അപ്പോൾ എന്തായാലും ഇതൊരു ഇൻക്രീസിങ് അല്ലേ, ഇൻക്രീസിങ് കൂടി പോകുന്ന സീരീസ് ആണ്. ഓക്കെ, ശരി. ഇവിടെ നോക്കുമ്പോൾ നമ്പേഴ്സ് തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പം മൾട്ടിപ്ലിക്കേഷൻ വരെ ചിന്തിക്കേണ്ട, നമുക്ക് എന്ത് വെറുതെ ഡിഫറൻസ് അല്ലേ, ഡിഫറൻസ് എടുത്താൽ മതിയാകും. ഡിഫറൻസ് എടുക്കുവാണെങ്കിൽ ആദ്യം 13 14 +1, പിന്നീട് +4 ആണ്, പിന്നീട് +2 വരുന്നു, പിന്നെ +3 വരുന്നു, പിന്നെ 2 ഡിഫറൻസ് ഉണ്ട്, നമുക്ക് ആരൊക്കെയാണെന്ന് അറിയത്തില്ല, പിന്നെ വീണ്ടും +4 ആണ്. അപ്പോൾ നോക്കുമ്പോൾ ആ ഡിഫറൻസ് എടുത്ത നമ്പേഴ്സ് തമ്മിൽ ഡയറക്റ്റ് ഒരു ബന്ധമുണ്ടല്ലോ, പാറ്റേൺ ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നമുക്ക് ഉറപ്പില്ല അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, അപ്പോൾ ഡിഫറൻസ് എടുത്ത് നോക്കുന്നു, നമുക്ക് പക്ക പാറ്റേൺ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ ചെക്ക് ചെയ്യുന്ന ഒരു പക്ക പാറ്റേൺ ഇല്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് എന്നല്ല. അപ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഡബിൾ സീരീസ് അല്ലെങ്കിൽ ട്രിപ്പിൾ സീരീസിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഡബിൾ സീരീസോ ട്രിപ്പിൾ സീരീസോ ബേസിക്കലി വരാൻ പറ്റും. ഓക്കെ, നോർമലായിട്ട് നമ്പേഴ്സ് തമ്മിലുള്ള അടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് പാറ്റേൺ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കറക്റ്റ് പാറ്റേൺ കിട്ടുന്നതായിരിക്കും. അത് ചിലപ്പോൾ ഡബിൾ സീരീസോ ട്രിപ്പിൾ സീരീസോ ആയിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഡബിൾ സീരീസ് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ നോക്കിയേ, 13 ജസ്റ്റ് എഴുതാം. 13, 14, 18, 20, 23 ക്വസ്റ്റ്യൻ മാർക്ക്, 28, 32 ആണല്ലേ? ഇപ്പോൾ ഡബിൾ സീരീസ് എടുക്കുകയാണെങ്കിൽ 13, 18 അല്ലേ? അത് +5 പറയാം അല്ലേ? വീണ്ടും 18, 23 അതും +5 തന്നെ, 23, 28 അതും +5 തന്നെ, കുഴപ്പമില്ല. അങ്ങനെ ഇവിടെ എന്തായിരിക്കും? 14, 20 +6 ആണ്. അങ്ങനെ ഇവിടെ +6 കൊടുത്താൽ എത്ര വരും കുഞ്ഞുങ്ങളത്? അവിടെ 26 26 വരും. 26 കുഴപ്പമില്ല, 26 + 6 തന്നെയാണ് 32 വരുന്നത്. അപ്പം സെക്കൻഡ് സീരീസ് +6ഉം ഫസ്റ്റ് +5ഉമാണ്. 26 ഓപ്ഷനകത്തുണ്ടോ? ഓപ്ഷനകത്തുണ്ട്. ഓപ്ഷൻ കണ്ടോ? പരിപാടി കഴിഞ്ഞു. സിമ്പിൾ ചോദ്യം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം സിമ്പിളാണ്. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 27. സെലക്ട് ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു തേർഡ് ടേം ഇൻ ദ സെയിം വേ ആസ് സെക്കൻഡ് ടേം ഈസ് റിലേറ്റഡ് ടു ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ വീണ്ടും അനലോഗി അല്ലെ, അനലോഗിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ ടോപ്പിക്കോട് ബന്ധപ്പെട്ട് 4th ക്വസ്റ്റ്യൻ ആണ് ഈ ഷിഫ്റ്റിൽ മാത്രം ചോദിച്ചിരുന്നത്. ഓക്കെ, 4th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഇഞ്ച് ഈസ് ടു 17 ഈസ് എ യാർഡ് ഈസ് ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പം ഇഞ്ച് എന്ന വാക്കിന് പകരം 17 നമ്പർ അല്ലേ? അപ്പം ഉറപ്പായിട്ട് മനസ്സിലാൻ പറ്റും ലെറ്റേഴ്സുകളുടെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് യൂസ് ചെയ്തായിരിക്കും ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇഞ്ചിന് പകരം 7 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ കറസ്പോണ്ട് നമ്പർ എടുത്ത് നോക്കാം. I 9 ആണ്, N 14, C 3, ഓക്കെ, H 8 ആണ്. ഇവർക്ക് പകരം 17 എന്ന് കൊടുക്കുന്നു. അപ്പം നമുക്ക് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ 9 + 14 23 + 3 26, 26 + 8 നമുക്ക് എന്ത് കിട്ടും? 34 എന്ന് കിട്ടും. ഇയാളെ നമുക്ക് 17 ആക്കാൻ പറ്റുമോ? പറ്റും. വെറും ഒരു 2 കൊണ്ട് ഹരിച്ചാൽ മതി ഇയാളെ 17 ആക്കാം അല്ലേ?
അപ്പം നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്തു, ബൈ 2 ചെയ്യുന്നു. അപ്പം നമ്മുടെ ആൻസർ എന്ത് വരും? യാർഡ് എന്ന വാക്കിൻ്റെ ഓക്കെ കറസ്പോണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു, ബൈ 2 ചെയ്താൽ മതി. y 25 ആണ്, a 1, r 18, d 4 അല്ലേ? അപ്പോൾ 25 + 1 26 + 4 30 + 18 48 കിട്ടും. ഇയാളെ ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടും. ഓപ്ഷനകത്തുണ്ടല്ലോ, ഓപ്ഷൻ സി 24. സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് അധികം സമയം എടുക്കാതെ ഈ പറഞ്ഞ ഇഞ്ച് എന്നൊക്കെ എഴുതി അല്ലെങ്കിൽ യാർഡിന് സമയം കളയരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരെ കറസ്പോണ്ട് നമ്പേഴ്സ് മാത്രം എഴുതി ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. ഓക്കെ, ശരി, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം കുഞ്ഞുങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് 257 മീൻസ് ഐ ലൈക്ക് യു, 746 means you are good, and 263 means I am good. What number is the code for R? Okay, R എന്ന വാക്കിന്റെ കോഡ് വേണം. എന്താ പറയുന്നത്? 257 എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് യു അല്ലേ? അതുപോലെ 746 മീൻസ് യു ആർ ഗുഡ്. അതുപോലെ എന്താ 263 മീൻസ് ഐ ആം ഗുഡ്. ഓക്കെ, ഇതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഗുഡ് എന്ന വാക്കിൻ്റെ ഈ ആർ എന്ന വാക്കിൻ്റെ കോഡ്, ഈ ആർ എന്ന വാക്കിൻ്റെ കോഡ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കറിയാം ഇത് ആക്ച്വലി എന്താ ചൈനീസ് കോഡിംഗ് അല്ലേ? ചൈനീസ് കോഡിംഗ് ആണ്. അപ്പോൾ ഈ ചൈനീസ് കോഡിന് വരെ ചിലപ്പം മറ്റു കുറേ ലെറ്റേഴ്സിൽ കോഡാകാം, അല്ലെങ്കിൽ നമ്പേഴ്സ് കാര്യം കുഴപ്പമില്ല. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ രണ്ട് പേര് വെച്ച് ആദ്യം കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിടത്തും കോമൺ ആരാ? യു എന്ന വാക്കുണ്ട്. രണ്ടിടത്തും യു എന്ന വാക്കുണ്ട്. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് ഒരു നമ്പറാണ് കോമൺ. അതിനർത്ഥം യു എന്ന വാക്കിൻ്റെ കൂടെ നമുക്ക് 7 എന്ന് കിട്ടും അല്ലേ? ഇനി സെക്കൻഡ് ഇതുകൊണ്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അവിടെ ആരുണ്ട്? ഈ പറഞ്ഞ ഗുഡ് എന്ന വാക്കുണ്ട്. ഗുഡ് എന്ന വാക്കുണ്ട്. കറസ്പോണ്ട് നമ്പർ ആരാ കോമൺ ആയിട്ട് വരുന്നത്? 6 ഉണ്ട്. അപ്പം ഗുഡ് എന്ന വാക്കിൻ്റെ കൂടെ നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പം സെക്കൻഡ് സെൻസ് എടുത്താൽ ബാക്കി മിച്ചമുള്ളത് 6 ആണ്. മിച്ചമുള്ള നമ്പർ ആരാ? 4 ആണ് അല്ലേ? അപ്പം 6 എന്ന വാക്കിൻ്റെ കൂടെ എന്ത് കിട്ടി? നമുക്ക് 4 എന്ന് കിട്ടുന്നുണ്ട്. സിമ്പിൾ പരിപാടിയാണ്. ഓപ്ഷൻ സി 4 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി സമയം കളയരുത്. പറ്റുമെങ്കിൽ ആ ക്വസ്റ്റ്യൻ നോക്കി തന്നെ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി ഡീറ്റെയിൽ എഴുതിയത് മാക്സിമം എഴുത്ത് ഒഴിവാക്കി ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. എപ്പോഴും പറഞ്ഞ പോലെ മാക്സിമം എപ്പോഴും പേന ഉപയോഗം കുറച്ചാൽ അത്രയും സമയ ലാഭം കിട്ടും. ഓക്കെ, ശരി, മുന്നോട്ട് പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 29. ഇഫ് ബ്ലാക്ക് ഈസ് കോൾഡ് ഗ്രീൻ, ഗ്രീൻ ഈസ് കോൾഡ് യെല്ലോ, യെല്ലോ ഈസ് കോൾഡ് ബ്ലൂ, ആൻഡ് ബ്ലൂ ഈസ് കോൾഡ് റെഡ്, ദെൻ വാട്ട് വുഡ് ദ കളർ ഓഫ് ഗോൾഡ് ബി കോൾഡ്? ഓക്കെ, അപ്പോൾ വീണ്ടും കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് കേട്ടോ. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ ഷിഫ്റ്റിൽ മാത്രം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ടോപ്പിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താ പറയുന്നത്? ബ്ലാക്ക് ഈസ് കോൾഡ് ഗ്രീൻ, ഗ്രീൻ ഈസ് കോൾഡ് യെല്ലോ, യെല്ലോ ഈസ് കോൾഡ് ബ്ലൂ, ആൻഡ് ബ്ലൂ ഈസ് കോൾഡ് റെഡ്, ദെൻ വാട്ട് വുഡ് ദ കളർ ഓഫ് ഗോൾഡ്? ഓക്കെ, ഗോൾഡിന്റെ നിറം എന്താണ്? ഓക്കെ, നോർമൽ നമുക്കറിയാം എന്താ, നമ്മൾ യെല്ലോ എന്ന് പറയാറുണ്ട്. അത് കാരണം ഉത്തരം എന്ത് കിട്ടുന്നു? ഇവിടെ പറയുന്നുണ്ട് യെല്ലോ ഈസ് കോൾഡ് ബ്ലൂ എന്ന് പറയുന്നു. ഉത്തരം എന്ത് കിട്ടും? ഓപ്ഷൻ എ ബ്ലൂ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം അവെയർ ആയിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഇടയ്ക്കുള്ള ടേം? ഈസ് കോൾഡ് അല്ലേ? ചിലപ്പം അവിടെ മീൻസ് വരാം. അതായത് ബ്ലാക്ക് മീൻസ് ഗ്രീന്, പിന്നെ ഗ്രീൻ മീൻസ് യെല്ലോ, യെല്ലോ മീൻസ് ബ്ലൂ എന്നൊക്കെ വരാം. ഓക്കെ, എന്നിട്ട് ഈ ചോദ്യം ഇങ്ങനെ വന്നാൽ ദെൻ വാട്ട് വുഡ് ദ കളർ ഓഫ് ഗോൾഡ് മീൻസ് എന്ന് വന്നാൽ ഇത്തരം തോന്നേനെ തിരിച്ച്. ഓക്കെ, മീൻസ് ആയത് കാരണം ശ്രദ്ധിക്കുക. മീൻസ് ആയത് കാരണം അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതാം. ഗ്രീൻ മീൻസ് യെല്ലോ എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം ഇങ്ങനെ മാറും. എങ്ങനെ ആവും? യെല്ലോ ഈസ് കോൾഡ് ഗ്രീൻ എന്ന മീനിങ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്ത് ഉത്തരം കിട്ടും? അവിടെ ഉത്തരം ഗ്രീൻ എന്ന് കിട്ടിയേനെ. ഓക്കെ, ഇത്ര ആലോചിച്ചാൽ മതി. ഈസ് കോൾഡ് ഇടയ്ക്ക് ഈസ് കോൾഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ? ഡയറക്റ്റ് നേരെ ഫോർവേഡ് എടുത്താൽ മതി. എന്നാൽ മീൻസ് ആണെങ്കിൽ പിറകിലുള്ള വാക്ക് അല്ലെങ്കിൽ ബാക്ക്വേഡ് എടുക്കണം. ഇത്ര ആലോചിച്ചാൽ മതി കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, ഇവിടെ ഈസ് കോൾഡ് കാരണം കുഴപ്പമില്ല. യെല്ലോ ഈസ് കോൾഡ് ബ്ലൂ ഉത്തരം കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒരു കാരണവശാലും വീണ്ടും ബ്ലൂ ഈസ് കോൾഡ് റെഡ് പറഞ്ഞിട്ട് റെഡ് ഉത്തരം കൊടുക്കാനും പാടില്ല. അത് അവെയർ ആയിരിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഉത്തരം ഓപ്ഷൻ എ ബ്ലൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ മീൻസ് വന്നാലും ഓക്കെ ഈസ് കോൾഡ് വന്നാലും ഈ പ്രത്യേകം ഈ രണ്ട് കാര്യം ഒന്ന് അവെയർ ആയിരിക്കുക. ശരി, മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഈ ഷിഫ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ദ ഫോളോയിങ് ഈസ് സെയിം ആസ് ഫൂട്ട്, ഇഞ്ച് ആൻഡ് യാർഡ്? അപ്പോൾ ഈ ഫൂട്ടും ഇഞ്ച് യാർഡ് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത് അല്ലെങ്കിൽ ആ സെയിം ആയിട്ട് വരുന്ന ഓപ്ഷൻ കണ്ടെത്തണം. ഓപ്ഷൻ എ പൗണ്ട്, ഓപ്ഷൻ ബി ക്വാർട്ട്, ഓപ്ഷൻ സി മൈൽ, ഓപ്ഷൻ ഡി ഗ്രാം. ആരായിരിക്കും വരിക? ഉറപ്പായിട്ടും ഓപ്ഷൻ സി മൈലാണ് അല്ലേ? ആക്ച്വലി പറഞ്ഞ വാക്കുകളൊക്കെ എന്താ? ലെങ്ത് അല്ലേ? ലെങ്തിൻ്റെ എന്താണ്? യൂണിറ്റ്സ് ആണ്. ഓക്കെ, നമ്മുടെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അവിടെ അല്ലേ? ഫിസിക്സ് ആണ്. ഓക്കെ, ഉറപ്പായിട്ടും നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിച്ച് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഓക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഏരിയ അത്യാവശ്യം വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ഏരിയസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഷിഫ്റ്റിൽ നമ്മൾ 30% ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
അല്ലേ? അപ്പം ഈ ഷിഫ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പൊതുവെ എളുപ്പമുള്ള ഷിഫ്റ്റ് ആയിരുന്നു ഈ ഷിഫ്റ്റ് ചോദിച്ചത്, എളുപ്പമുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ബേസ് ഐഡിയ കിട്ടാണ് ഏതൊക്കെ ഏരിയയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ഐഡിയ കിട്ടി കാണും. ഈ ഷിഫ്റ്റ് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ അനലോഗിയായിട്ട് ബന്ധപ്പെട്ട് 5ഓളം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഓഡ്മാനോട്ട്, ഓക്കെ, ഓഡ്മാനോട് ബന്ധപ്പെട്ടും 5ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ? കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. DI ഏകദേശം 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണും ഏതൊക്കെ ഏരിയയിലാണ് കൂടുതൽ ഒരു എഫേർട്ട് ഐഡിയ കിട്ടി കാണും. എന്ത് ചെയ്യുക, ഇനിയുള്ള ചുരുങ്ങിയ സമയം ഈ പറഞ്ഞ ഏരിയസിന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്പർ സീരീസ് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങളെ ഇനിയുള്ള ചുരുങ്ങിയ സമയം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഉറപ്പായിട്ട് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഷിഫ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ശരി, താങ്ക്